അരി അരിച്ച് വെറും അരമണിക്കൂറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് ക്ലീൻ ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് ഒരു 4 മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 300 ഗ്രാം ശർക്കര ചേർത്ത് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് പാനിയാക്കി എടുത്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള അരിയിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തണുത്തതിന് ശേഷം ശർക്കര പാനി ഇതിൻ്റെ അകത്തിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിലേക്ക് ചേർക്കേണ്ടത് 2 പാളയംകോടൻ പഴമാണ്. അപ്പം ഉണ്ണിയപ്പം തയ്യാറാക്കാൻ ഏറ്റവും നല്ലത് പാളയംകോടൻ പഴമാണ്. ഇത് 2 എണ്ണം ഞാൻ വലുതെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒത്തിരി കൂടി പോരുത്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് അരഞ്ഞു പോരുത്. കുറച്ച് തരിതരിയായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്ത് ചേർക്കാം. അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നിട വരെ നന്നായിട്ട് വറുത്തെടുക്കണം. ഇതുപോലൊക്കെ കളറ് മാറി വരുമ്പോൾ 1 ടീസ്പൂൺ എള്ളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഒന്ന് അടച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാവൊക്കെ കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാനിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു. അപ്പോൾ വെളിച്ചെണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഉണ്ണിയപ്പം ഒരു സൈഡ് നന്നായിട്ട് ഇതുപോലൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിട വരെ 2 സൈഡും തിരിച്ചു മറിച്ച് വിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒത്തിരി ഹൈ ഫ്ലെയിമിലും ഒത്തിരി ലോ ഫ്ലെയിമിലും ഇട്ട് ഇത് കുക്ക് ചെയ്യല്. ഇപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നിട വരെ വറുത്തിട്ട് നമുക്ക് കോരി മാറ്റാം. വളരെ ടേസ്റ്റിയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. ഒത്തിരി നേരമൊന്നും നമ്മൾ അരച്ച് കുതിരാൻ മാറ്റി വെക്കേണ്ട. അരമണിക്കൂറിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.